നഴ്സിംഗ് കോളേജിലെ പീഡനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ബാംഗ്ലൂരിലെ മലയാളി വിദ്യാർത്ഥികളെ കോളേജ് അധികൃതർ കള്ളക്കേസിൽ കൊടുക്കുന്നതായി പരാതി. ബാംഗ്ലൂർ ഉത്തരഹള്ളി ക്വാളിറ്റി നഴ്സിംഗ് കോളേജിലാണ് മലയാളി വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് അധികൃതരുടെ ഗുണ്ടായിസം. ഇതിന് പോലീസിന്റെ മൌനാനുവാദം ഉണ്ടെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. നല്ല ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ വിദ്യാർത്ഥികൾക്കെതിരെ ക്രിമിനൽ കേസും സസ്പെൻഷനും. കോളേജ് ക്യാന്റീനിൽ നിന്നും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ 50 രൂപ പിഴയും മുദ്രപത്രത്തിൽ മാപ്പപേക്ഷയും. ഹോസ്റ്റലിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ചാൽ 500 രൂപ പിഴ. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഹോസ്റ്റൽ. ഇങ്ങനെ പോകുന്നു ക്വാളിറ്റി കോളേജിലെ ക്വാളിറ്റി. ഇത്തരം പീഡനങ്ങൾ നിർത്തണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ കവിളിൽ അടിക്കുകയും മുറിയിലിട്ട് പൂട്ടുകയും ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾ അധ്യാപകരെ മർദ്ദിച്ചെന്ന അധികൃതരുടെ പരാതിയെ തുടർന്ന് പോലീസ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാനെത്തി. എന്നാൽ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നിന്നതോടെ പോലീസ് പിന്മാറി. രണ്ടുപേര് വെച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ അതുപോലെ രണ്ടുപേര് വെച്ച് ആദ്യം ചെന്നാണ് അവന്റെ പെങ്ങളിവിടെ ആ ഹോസ്റ്റലിന്റെ അങ്ങനെ രണ്ടുപേരെ ചെന്നാണ്. ആ രണ്ടുപേരെ ചെന്നപ്പോഴാണ് തള്ളി ഇങ്ങനെ തള്ളി വെച്ചിട്ട് ചെകിടത്തടിച്ച് അവൻ ഇപ്പൊ നോക്കാൻ ഷർട്ടൊക്കെ ചെകിടത്തൊക്കെ അടിച്ചിട്ടുണ്ട്. ചെകിടത്തൊക്കെ അടിച്ച് ആ റൂമിൽ പൂട്ടിയിട്ട് പണിഷ്മെന്റ് എടുക്കാണ്ട് ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾ ചോദിക്കാന്നപ്പോ ഞങ്ങളും ഭീഷണിപ്പെടുത്തി. ഒറ്റയ്ക്ക് ആളെ കയറ്റിയിട്ട് ഭീഷണിപ്പെടുത്തി സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച് ഡേ ടൈമിൽ അവര് അതിലേക്കാട്ടെ പോട്ടെ. പിന്നെ നൈറ്റ് ടൈമില് ഗേൾസ് ഒക്കെ നൈറ്റ് ഡ്രസ് ഒക്കെ ആയിരിക്കും നിൽക്കുന്നത്. 10:48 ഞങ്ങൾക്ക് റെക്കോർഡിംഗ്സ് കിട്ടിയാണ്. ഞങ്ങൾ അതിന്റെ പ്രൂഫ് ഞങ്ങളുടെ ഇപ്പൊ ഉണ്ട്. പ്രിൻസിപ്പലിന് പുറത്ത് പറഞ്ഞ പിന്നെ മേലാണ് മെസ്സ് അലക്കുന്നത് അവിടെ തന്നെ ഗേൾസ്. ഇവ എത്ര വീഡിയോ എടുത്തിട്ട് എത്ര ഫോട്ടോസ് അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്നാൽ ഇതെല്ലാം കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണെന്നാണ് പ്രിൻസിപ്പൽ സുരേഷിന്റെ വാദം. കോളേജിലെ പീഡനങ്ങൾ വീട്ടിലറിയിക്കാതിരിക്കാൻ വിദ്യാർത്ഥികളിൽ നിന്നും മൊബൈൽ ഫോണും കോളേജ് അധികൃതർ പിടിച്ചുവച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഞങ്ങൾ അതൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ഫുഡിന്റെ പ്രശ്നം വന്ന് ഞങ്ങളെ പ്രിൻസിപ്പൽ എല്ലാവരും ഞങ്ങൾ അടിച്ചിരുത്തി. ഞങ്ങളുടെ ബോയ്സ് കംപ്ലൈന്റ് ചെയ്യാൻ പോയിട്ട് പോലും ബോയ്സ് പല സസ്പെൻഷൻ കൊടുത്ത്, എന്നിട്ട് എക്സ്പ്ലനേഷൻ എഴുതി അപ്പോളജി എഴുതി കൊടുത്ത്, എന്നിട്ട് ഫൈനോ അതിക്രൂരമായ ഫൈൻ. ഞങ്ങളുടെ വീട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കി തരുന്ന പൈസ ഇവിടെ ഫൈൻ അടച്ച് തന്നെ തീർത്തിട്ടുണ്ട്. അതിൽ 30% ആഴ്ചകളായി വാങ്ങിച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് ഇതുവരെ തന്നില്ല. എന്നിട്ട് 500 രൂപ ഫൈൻ തരണമെന്ന് പറഞ്ഞിട്ട്. ഇതിനു മുമ്പ് വിദ്യാർത്ഥികളെ കോളേജ് അധികൃതരുടെ അനുമതിയോടെ പോലീസ് മർദ്ദിച്ചിട്ടുള്ളതായി വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. ഇത്തരം പീഡനങ്ങളെക്കുറിച്ച് കോളേജ് ചെയർമാനോട് രേഖാമൂലം പരാതിപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. എം ആർ രാഗേഷ്, മനോരമ ന്യൂസ്, ബാംഗ്ലൂർ.